രാജാതിരാജനായ ഈശോ ഇതാ എഴുന്നള്ളി വരുന്ന നിമിഷം ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ സ്നേഹമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റു പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ട് ആരാധിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന ശ്രുതികടേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന പാട മാലാഖമാരൊപ്പ ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാട മാലാഖമാരൊപ്പ ജീവന്റെ തിരുഭോജ്യമേ. ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ ഗവേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിക്കുവാൻ ഇടയാക്കണമേ. ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ശ്രുതികടേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, സ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ
പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഉടമ്പടി ചെയ്തവര് ഓൺലൈനായും അല്ലാതെയും ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തവര് അവർ ഉടമ്പടി വിഷയങ്ങൾ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക. മറ്റുള്ളവരെ അവരിന്ന് അനുഭവിക്കുന്ന പ്രത്യേക സങ്കടവും രോഗവും ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി ഈ ആരാധന നിമിഷം പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചൊല്ലിയത് പാടാം. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ആദ്യമായി അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ വരുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. എൻ്റെ പേര് രാജി. ഇതെൻ്റെ അച്ഛനും അമ്മയും. ഞാൻ 10/12/22 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇനി പരിശുദ്ധ അമ്മയും തിരുകുമാരനും എനിക്ക് നൽകിയ 2 രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ കാല് 2 നീരും തുടയ്ക്ക് നീരുമായി ബ്ലീഡിങ്ങും ക്ഷീണവുമായി ഒരു ഗൈനക്കോളജി ഡോക്ടറെ കണ്ടു. ഡോക്ടറെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ എന്നെ പരിശോധിച്ചപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ പറഞ്ഞു ഒരു ബയോപ്സി ചെയ്യണമല്ലോ എന്ന് ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് കേട്ടപ്പം ഒരു പേടി പോലെ തോന്നി. മുഴയുള്ളതായിട്ട് കാണിക്കുന്നു. ഇയാളുടെ സെർവിക്കൽ ഭാഗത്ത്, അതായത് ഗർഭാശയ മുഖഭാഗത്തായിട്ട് ഒരു ബ്രൗൺ കളർ പോലെ കാണുന്നു. അത് എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ എന്നെ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഡോക്ടർ പറഞ്ഞു അതിനകത്ത് നോക്കിയപ്പോൾ 3 ഫൈബ്രോയിഡ് മുഴകളുണ്ട്. ഒന്ന് ഒരു ഇച്ചിരി വലിപ്പമുള്ള 5 സെൻറ്റിമീറ്ററുള്ള മുഴയാ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് 3 ദിവസത്തെ മരുന്ന് വെച്ചിട്ട് വരണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന്, ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഹോസ്പിറ്റലിൽ പോയത്. ഞാൻ അന്നേരം എൻ്റെ അമ്മയെ വിളിച്ചത്, എൻ്റെ അമ്മയും അച്ഛനുമാണ്. എൻ്റെ അമ്മയെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു. അമ്മ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞ് എന്തോ വേണം. അന്നേരം പറഞ്ഞു നീ എന്തിനാ പേടിക്കുന്നത്, നമ്മുടെ അമ്മയില്ലേ, പിന്നെന്തിനാ നീ പേടിക്കുന്നത്, നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി പുതുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് എൻ്റെ ഈ സെപ്റ്റംബർ 24/9/2025 ഞാൻ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പം എനിക്ക് അച്ഛനെ കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് ഇറങ്ങിയപ്പോൾ തന്നെ 3:30 ആയി സമയം. അപ്പം ഞാൻ വിചാരിച്ച് അച്ഛനെ കാണാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ 2 പേരും കൈ കോർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അപ്പം ഇവിടെ ഇച്ചിരി ആൾ കുറഞ്ഞിട്ടുണ്ട്. അന്നേരം അമ്മ പറഞ്ഞ് നമുക്ക് പോയി എന്തായാലും ഈ സ്കാനിങ് റിപ്പോർട്ടൊക്കെ ആയിട്ട് ഓഫീസിൽ ചെന്നൊന്ന് സംസാരിച്ച് നോക്കാം, നീ വരാൻ പറഞ്ഞു. അങ്ങനെ എന്നെയായിട്ട് ഓഫീസിൽ ചെന്നവൻ പറഞ്ഞു പെട്ടെന്ന് ചെല്ല്, ഇപ്പം അച്ഛൻ പോവും എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞങ്ങളുടെ ഒരു തുണ്ടെഴുതി തന്ന് അച്ഛനെ വന്ന് കണ്ടപ്പം പെട്ടെന്ന് തന്നെ എനിക്ക് കാണാൻ സാധിച്ചു അച്ഛനെ. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ അച്ഛൻ എൻ്റെ തലയിൽ വെച്ച് കൈ വെച്ച്
പ്രാർത്ഥിച്ച് അടിവയറ്റിൽ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഇത് ഈ അന്ന് തൊട്ട് എൻ്റെ കഴുത്തിലിട്ടേക്കും അതാണ്ട് ഈ കാശ് കുരിശ് അതും തന്ന് എന്നിട്ട് സൈത്ത് പൂശാൻ തന്നിട്ട് പറഞ്ഞു പേടിക്കണ്ട, നീ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ അങ്ങനെ അന്നേരം സൈത്ത് പൂശാൻ തന്ന് ഞാൻ അങ്ങോട്ട് നടന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട്, അമ്മേ എനിക്കൊന്നും അറിയത്തില്ല, എൻ്റെ അമ്മയുടെയും എൻ്റെ ഈശോയുടെയും കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നടന്ന് ആ ഭാഗത്തോട്ടിട്ട് വൈകുന്നേരമായി. അപ്പോൾ എനിക്ക് നല്ല ഭംഗിയായിട്ട് എൻ്റെ അമ്മയുടെ ആ മുല്ലപ്പൂവിൻ്റെ മണം. അപ്പോഴത്തേന് ഞാൻ ചുറ്റും വട്ടം നോക്കി, എൻ്റെ അടുത്തെങ്ങും ആരും കാണുന്നുമില്ല. പക്ഷേ അവിടെല്ലാം മുല്ലപ്പൂ വിറ്റ് അതിൻ്റെ സമയമെല്ലാം കഴിയുന്നു നല്ല രീതിയിൽ. അങ്ങനെ ഞാൻ ബാത്റൂമിൽ പോയി അടിവയറ്റിൽ വിശ്വാസ പ്രമാണം ചൊല്ലി സൈത്ത് പൂശി അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് രാത്രി ആയപ്പോൾ ഞാനിങ്ങനെ മലന്ന് കിടന്നപ്പോൾ എൻ്റെ വയറ് ഉരുണ്ട് കയറുന്നതായിട്ട് എനിക്ക് തോന്നി. ഇവിടം വരെ ഉരുണ്ട് കയറ്. ആദ്യം ഒന്ന് എഴുന്നേറ്റ് വീണ്ടും എണ്ണിച്ച് വീണ്ടും കിടന്നപ്പോൾ എൻ്റെ വയറ് ഉരുണ്ട് മേളോട്ട് കയറാം. അങ്ങനെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇറങ്ങി. പിറ്റേന്ന് ദിവസം തന്നെ അമ്മ വന്ന് ഞാനും അമ്മയും കൂടെ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ അവിടെ നിന്നും ഗർഭാശയ മുഖത്തിൽ നിന്ന് സ്മിയർ എടുത്ത് പാസ്മിയർ ടെസ്റ്റിനായിട്ട് അയക്കുന്നതെന്ന് പറഞ്ഞു. അതിനകത്ത് ഈ ക്യാൻസർ വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയണം, അവിടെ ഒരു നിറവ്യത്യാസമായത് കൊണ്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ അത് അയച്ചു. മൂന്നാമത്തെ ദിവസം റിസൾട്ട് വന്ന് ഞങ്ങൾ ചെന്ന് വാങ്ങിച്ചപ്പം ഞാൻ ഇതിനെല്ലാം പോകുമ്പോൾ ഇവിടുത്തെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി 7 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചതിന് ശേഷമാണ് ഞാൻ എന്ത് കാര്യത്തിനും പോത്തുകൾ. അന്ന് തൊട്ട് അച്ഛൻ തന്ന ഈ കാശ് കുരിശ് എൻ്റെ കഴുത്തിൽ നിന്ന് ഞാൻ ഊരത്തില്ല. അങ്ങനെ ചെന്നപ്പം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ആദ്യം എൻ്റെ അടുത്ത് ചിരിച്ച് എനിക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയില്ല. പക്ഷേ എനിക്ക് പേടിയില്ലെന്ന് വെച്ചാൽ എൻ്റെ ഈശോയും അമ്മയും എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ പിന്നെ എന്തിനാ പേടിക്കുന്നത്. അന്നേരം പറഞ്ഞ് ഇതിനകത്ത് ചെറുതായിട്ട് ഒരു ആസ്കസ് എന്ന HPV അഥവാ ഹ്യൂമൻ പാപ്പിലോമിയസ് വൈറസ് എന്നാണ് ഇത് പറയുന്നത്. ഇതിനകത്ത് ചെറുതായിട്ട് മൈൽഡ് ചേഞ്ച് രൂപത്തിലാണ് ഇത് കാണുന്നത്. ഇത് ചിലവർക്ക് ഇത് ക്യാൻസറിൻ്റെ ഒരു ചെറിയ ടെൻഡൻസി വരാനായിട്ടൊരു ചാൻസ് പോലെ ഇതിനകത്ത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അമ്മയും പറഞ്ഞു ഒരിക്കലുമില്ല, മാതാവ് അങ്ങനെ എനിക്കൊരിക്കലും വരുത്തത്തില്ല, അതെനിക്ക് നല്ല വൃത്തിയായിട്ടറിയാം. ഞാൻ വെളുപ്പിനെയും കൂടി ഇരുന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ അമ്മയുടെ ആ തിരിയിൽ അമ്മയെ തെളിഞ്ഞ് ഞാൻ നല്ല വൃത്തിയായിട്ട് അമ്മയുടെ രൂപം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കണ്ട് എൻ്റെ മനസ്സിനുള്ളിൽ നല്ല ദൃഢതയുണ്ട്, ഒരിക്കലും അങ്ങനെ വരുത്തത്തില്ല എൻ്റെ അമ്മയെന്ന്. അങ്ങനെ അപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ വീടം കൊല്ലവാ. അന്നേരം അമ്മ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഓങ്കോളജി ഡോക്ടറെ ഒന്ന് കാണിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഓങ്കോളജി ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനകത്തുണ്ട് സംഭവം, പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം, മുഴയും കൂടി ഇല്ലേ, അപ്പം നമുക്കിതങ്ങ് ന്യൂട്രൻസ് മൊത്തത്തിൽ അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ എന്താന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ മാസം 27-ാം തീയതിയിലത്തേക്ക് ഡേറ്റ് എടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അപ്പം ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ എല്ലാവർക്കും നല്ല പനിയെന്ന് വെച്ചാൽ ആർക്ക് വിണ്ണിക്കാൻ രീതിയിലുള്ള പനിയായി. അപ്പം 24-ാം അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ പങ്കെടുക്കുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് പങ്കെടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ അമ്മയുടെ റാലിയിൽ പങ്കെടുക്കണമെന്ന്. അങ്ങനെ ഞാനും എൻ്റെ എത്ര പനിയായിട്ടും എൻ്റെ കുടുംബസഹിതം എൻ്റെ അമ്മയും അച്ഛനും മക്കളും ഞാനും എല്ലാം കൂടെ പക്ഷേ ഞങ്ങൾക്ക് പനി ഉണ്ടെങ്കിൽ പോലും ഒരു തരത്തിലുള്ള അസ്വസ്ഥതകളും വരാതെ ഞങ്ങൾ അവിടെ വരെ ആർത്തിക്കൽ പള്ളിയിൽ വരെ നടന്നു പോകാൻ ഞങ്ങളെ അമ്മ അനുഗ്രഹിച്ചു. പോകുമ്പോഴെല്ലാം ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മേ എനിക്ക് സൗഖ്യം തരണമേ, അതിനകത്ത് മാരകമായ ഒന്നും തന്നെ കാണല്ലേ എൻ്റെ അമ്മേ, എൻ്റെ യൂട്രൻസ് പോവാൻ ഇടയാകരുതേ അമ്മ മാതാവേ, എൻ്റെ അമ്മയല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, എൻ്റെ അമ്മയോടല്ലാതെ എനിക്ക് വേറെ ആരോടും പറയാനില്ല എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് രാത്രിയായി. പിറ്റേ ദിവസമായപ്പം എനിക്കൊരു ഫോൺ കോൾ വരുന്ന
ഞങ്ങളെ അറിയാവുന്ന ഒരു ചേച്ചിയാണ്. പക്ഷേ ഞാനത് വിചാരിക്കുന്നില്ല, ചേച്ചിയല്ല, എൻ്റെ മാതാവ് തന്നെ ഞങ്ങളെ അമ്മയെ ആദ്യം വിളിച്ച്. ആ ചേച്ചി അങ്ങനെ വിളിക്കുന്ന പോലുമില്ല, പിന്നെ എന്നെ വിളിച്ചിട്ട് ചേച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവളെ ഒന്ന് ഈ റിസൾട്ട് എല്ലാമായിട്ട് ഒരു ഗൈനക്കോളജി ഡോക്ടറുണ്ട് നല്ല NSC ഇരിക്കുന്ന, ആ ഡോക്ടറെ നമുക്കൊന്ന് പോയി കാണി ചേച്ചി അവളെയായിട്ട്. പക്ഷേ അത് വിളിച്ചത് എൻ്റെ അമ്മയാണെന്നാണ് എനിക്ക് നല്ല വിശ്വാസം. അങ്ങനെ ഞങ്ങൾ പോയി ആ ഗൈനക്കോളജി ഡോക്ടറെ കണ്ട്. ഇത് ഒത്തിരി ടെസ്റ്റുകളൊക്കെ നടത്തി അവിടെ ഓപ്പറേഷനുള്ള. അപ്പം പറഞ്ഞ് ഇതൊക്കെ എന്തിനാ ഒത്തിരി ഓപ്പറേഷൻ, ഇതിന് ടെസ്റ്റ് ഓപ്പറേഷനൊക്കെ. അന്നേരം എനിക്ക് ഈ ജപമാല റാലി പങ്കെടുത്ത് വന്നതിന് ശേഷം എനിക്ക് ബ്ലീഡിങ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞു. എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് അൾട്രാസൗണ്ട് സ്കാനിങ് ഒന്നും കൂടെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് പറയാതെ തന്നെ ഡോക്ടറെ റൂമിൽ തന്നെ അൾട്രാസൗണ്ട് ചെയ്യുന്ന യന്ത്രമുണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ അത് നോക്കിയപ്പം ഡോക്ടർ നോക്കിയപ്പോൾ അമ്മയെടുത്ത് പറഞ്ഞു, അയ്യോ ഇതിന് അത്ര വലിയ ഈ കാണുന്ന അത്രയും മുഴയൊന്നുമില്ലല്ലോ, 5 സെൻറ്റിമീറ്ററുള്ള 2 കുഞ്ഞു ഫൈബ്രോയിഡാണെന്നല്ലോ കാണുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മറ്റത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് അവിടുന്ന് ഈ ഹ്യൂമൻ പാപ്പിലോമിയ വൈറസിൻ്റെ DNA ടെസ്റ്റ് ഒന്ന് നടത്തി നോക്കാം, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് യൂട്രസ് എടുക്കുന്ന കാര്യമോ പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരവും പോയപ്പോൾ ഉടമ്പടി തൈലം അടിവയറ്റിൽ പുരട്ടി 7 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി. ഞാൻ ചെല്ലുമ്പോഴെല്ലാം അമ്മയുടെ കാശുകുരിശ് എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഞാൻ എൻ്റെ കയ്യിലും കൂടെ ഞാൻ വെച്ചുകൊണ്ട് പോയി അവിടെ ഇരുന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചെല്ലുമായിരുന്നു. അപ്പം എൻ്റെ അമ്മയും അതേ കണക്ക് ചെല്ലും. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, എന്തായാലും എടുത്ത് അയക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ സെർവിക്സിൽ നിന്ന് ആ സെൽസ് എടുത്ത് പരിശോധിക്കാനായിട്ട് വിട്ടു. ഇന്നലെ ആയിരുന്നു അതിൻ്റെ റിസൾട്ട് വന്നത്. ഞാൻ പോയി റിസൾട്ട് വാങ്ങിച്ചപ്പോൾ അതിനകത്ത് ക്യാൻസറിൻ്റെതായ ഒന്നും തന്നെ ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു എനിക്ക് ഈ സൗഖ്യം തന്നതിന്. രണ്ടാമതായെന്ന് വെച്ചാൽ എനിക്ക് ഈ ആഹാരം കഴിച്ചാൽ വയറ്റിൽ നിന്ന് പെട്ടെന്ന് ആഹാരം കഴിച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് അങ്ങ് ടോയ്ലറ്റിൽ പോകണം, അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ള ആളാണ്. അങ്ങനെ ഇവർ 3 വർഷം കൊണ്ടുണ്ട്. ഇത് വരുമ്പോൾ ഞാൻ എന്ത് കൊടുക്കും, അമ്മയുടെ ഉപ്പ് വെള്ളത്തിലിട്ട് ചെറുതായിട്ട് കുടിച്ച് അങ്ങനെ എനിക്ക് ഒത്തിരി അത് മാറിക്കൊണ്ടിരുന്നതായിരുന്നു. എന്നാലും അമ്മ പറഞ്ഞ് അത് വെച്ചുകൊണ്ടിരിക്കേണ്ട, ഒരു ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ഗ്യാസ്ട്രോളജിയെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊളോണോസ്കോപ്പി ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊളോണോസ്കോപ്പി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഇലിയം എന്ന് പറയുന്ന വയറിൻ്റെ ഒരു കുടലിൻ്റെ ഭാഗത്തായിട്ട് ഒരു അൾസസ് പോലെ കാണപ്പെടുന്നു, അൾസറിൻ്റെ അതൊന്ന് കുത്തിയെടുത്ത് ഒരു ബയോപ്സിക്കൊന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. അന്നേരവും ഞാൻ കയറുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്നെക്കൊണ്ട് എത്ര പ്രാവശ്യം ചെല്ലാം അത്രയും പ്രാവശ്യം. പക്ഷേ രോഗം എന്തുവാന്ന് കണ്ടുപിടിക്കണം മാതാവ്. പക്ഷേ എനിക്ക് മാരകമായ ഒരു രോഗങ്ങളും അതിനകത്ത് വരുത്തരുതെന്ന് എൻ്റെ അമ്മയോടും എൻ്റെ തിരുകുമാരനോടും ഞാൻ മുട്ടിപ്പായി എത്ര പ്രാവശ്യം ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലാം. ആ കിടത്തി കൊളോണോസ്കോപ്പിക്ക് കൊണ്ടുപോകുമ്പോഴും അവിടെ കിടന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അതിൻ്റെ റിസൾട്ട് 10 ദിവസം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇയാൾക്ക്. അത് അതിനും 2 ടാബ്ലറ്റ് തന്നു. അതിപ്പോൾ കഴിച്ചതിൽ എനിക്ക് പൂർണ്ണമായിട്ടും അത് ഒത്തിരി മാറ്റമുണ്ട്. അതിനും എൻ്റെ അമ്മയെടുത്തും തിരുക്കുമാരൻ്റെ അടുത്തും ഞാൻ കോടാനുകോടി നന്ദി. ഈ സൗഖ്യങ്ങളെല്ലാം തന്ന എൻ്റെ അമ്മ മാതാവിന്, എൻ്റെ ഈശോയ്ക്ക് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഞാൻ ഇനി എൻ്റെ ജീവിതം ഉടമ്പടിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. യൂട്രസ് റിമൂവ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ബ്ലീഡിങ്ങും കുറഞ്ഞ് എൻ്റെ ഫൈബ്രോയിഡ് ഞാൻ നടന്നു അമ്മയെടുത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് അതിന് നന്നായിട്ട് ചുരുങ്ങിയെന്നാണ് പറഞ്ഞത് ഡോക്ടർ നോക്കിയപ്പം. അതിനും എന്നെ അനുഗ്രഹിച്ചതിന് എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികളെന്ന് വെച്ചാൽ ഞാൻ പത്രം കൊണ്ടുവന്ന് ഇത് ഞാൻ അപ്പോൾ അവർ ചോദിക്കും എന്തിനാ പത്രം കൊടുക്കുന്നത്. ഞാൻ കാര്യങ്ങൾ പറയും ഇതുപോലെ കാര്യങ്ങളെന്ന്. അതിന് ഞാൻ പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഇപ്പോഴും ഞാൻ 5 കെട്ട് പത്രം വാങ്ങിച്ച് കൊടുക്കാനായിട്ട്. പത്രങ്ങൾ, ആശുപത്രി, സ്റ്റാൻഡുകൾ, ആര് വേണ്ട അതിൻ്റെ കൂടെ കാശ് കുരിശും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകും. ആര് വേണ്ടെന്ന് പറഞ്ഞാൽ ഇനി തന്നേരെ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ വേറെ ആൾക്ക് കൊടുത്തോളാം എന്ന് പറയും.
പിന്നെ അങ്ങനെ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോയി പത്രങ്ങൾ കൊടുക്കും, പള്ളിയിൽ കൊടുക്കും, സ്റ്റാൻഡുകളിൽ കൊടുക്കും, ഹോസ്പിറ്റലിൽ അതിനായിട്ട് രാവിലെ ഞാനത് ചുമ്മാതല്ല, അത് ഞാനിരുന്ന് ഓരോന്നും വായിച്ചിട്ട് അതിനകത്ത് ഞാൻ വിശ്വാസ പ്രമാണം എന്ന് എഴുതി വിശ്വാസ പ്രമാണം ചൊല്ലി അതിൽ ഓരോന്നും ഞാനിരുന്ന് വായിക്കും. അതെല്ലാം വായിച്ച് നോക്കിയിട്ടേ ഞാൻ കൊടുക്കത്തുള്ളൂ. അല്ലാതെ എന്നിട്ട് ഇതിനകത്ത് ചെന്ന് എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, ചിലവരത് വാങ്ങിക്കാൻ വിമുഖത കാണിക്കുമ്പോൾ ഞാൻ പറയും വേണ്ട, കഴിഞ്ഞ് തന്നേടെ വേറെ ആൾക്ക് കൊടുക്കാം, ഇതിന് അവകാശപ്പെട്ട ഒരു യോഗ്യതയുള്ളവരുമുണ്ട്, അവർക്ക് ഞാൻ കൊടുത്തുകൊള്ളാമെന്ന് പറയും. അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറ് വെച്ച് പള്ളികളിൽ ഇരിക്കുന്നവരും ഒക്കെ കൊണ്ട് കൊടുക്കും. പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് അനാഥാലയമുണ്ട്. അത് പിന്നെ വയ്യാത്ത അച്ഛനമ്മമാരൊക്കെ ഉള്ളവിടെ. അവിടെ പോയി എന്നെക്കൊണ്ട് ഒക്കുന്ന രീതിയിലുള്ള പൈസകൾ ഞാൻ അവർക്ക് കൊടുക്കും, ആഹാരത്തിനുള്ള വക കൊടുക്കും, അവരുടെ കൂടെ ഒത്തിരി നേരം ഇരിക്കും, കാര്യങ്ങളൊക്കെ സംസാരിക്കും. അത് ഏറ്റവും വലിയൊരു പുണ്യമായാണ് ഞാൻ കരുതുന്നത്. ഇതെല്ലാം എൻ്റെ അമ്മയുടെയും തിരുകുമാരൻ്റെ ഒരേ അനുഗ്രഹമാണ്. എനിക്ക് ഉടമ്പടി ഇനിയും വിശ്വസ്തയോട് തുടരാൻ കഴിയണമേ എൻ്റെ മാതാവേ എന്ന് ഞാൻ മുട്ടിപ്പായി എൻ്റെ അമ്മയെടുത്തും എൻ്റെ തിരുകുമാരൻ്റെ അടുത്തും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. തന്നെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സുധ, കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ടയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകൻ, ഇതെൻ്റെ മകള്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 മാർച്ച് 3-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മകന് SLC പരീക്ഷയ്ക്ക് 45 ദിവസമുള്ളപ്പോൾ ടീച്ചർമാർ വിളിച്ചു പറഞ്ഞു, അവന് എല്ലാ വിഷയത്തിനും 10-ൽ താഴെ മാർക്കാണുള്ളത്, അവൻ തോറ്റുപോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആകെ വിഷമമായി. ഞാൻ സ്കൂൾ തൊട്ട് വീട്ടുവരെ കരഞ്ഞു. അപ്പോഴാണ് വീടിനടുത്തുള്ള ഒരു ടീച്ചറെ എനിക്ക് കണ്ടു കിട്ടിയത്. അങ്ങനെ ടീച്ചറോട് കാര്യങ്ങൾ പറഞ്ഞു. ടീച്ചർ പറഞ്ഞു നോക്കട്ടെ, ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അവൻ പോയി. ടീച്ചർ പറഞ്ഞു അവൻ പഠിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ദൈവാധീനം കുറവാണ്. അങ്ങനെ ടീച്ചർ അവൻ്റെ കയ്യിലൊരു കൃപാസനം പത്രം കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു അമ്മയോട് വായിച്ച് അത് പരീക്ഷയ്ക്ക് മുമ്പ് എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങോട്ട് വരാനും ഉള്ള പൈസയില്ല, അതിനുള്ള സാഹചര്യമില്ലായിരുന്നു. എന്നാലും പരീക്ഷയുടെ തലേന്ന് ഞാനും എൻ്റെ ഭർത്താവും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ ക്ലാസ്സിൽ കയറിയിരുന്നപ്പോൾ എനിക്ക് ആകെ ശരീരത്തിന് കുഴച്ചിലും എന്തോന്നറിയത്തില്ല വല്ലാതെ വന്നു. ഞാൻ അന്നേരം അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഒത്തിരി ദൂരെ നിന്നാണ് വരുന്നത്, എൻ്റെ ഈ അസ്വസ്ഥത മാറ്റിത്തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തിരുന്ന ചേച്ചി എനിക്ക് കാപ്പിയൊക്കെ തന്ന് ഞാൻ കാപ്പി കുടിച്ചു. പിന്നെ ആ അസ്വസ്ഥത എങ്ങോട്ട് പോയെന്നറിയത്തില്ല. ഞാൻ കൂടുതൽ ആക്റ്റീവായി ഉടമ്പടിയൊക്കെ എടുത്ത് സന്ധ്യയ്ക്ക് വീട്ടിൽ പോയി. ഒരു കുഴപ്പവും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് SLC പരീക്ഷയ്ക്ക് 85% മാർക്കോടെ എൻ്റെ അമ്മ മാതാവ് അവനെ വിജയിപ്പിച്ചു. ആ സ്കൂളിൽ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ +1 അഡ്മിഷനും കിട്ടി. അങ്ങനെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. പിന്നെ 4 വർഷമായി ഞാൻ വാടകയ്ക്കാണ് താമസിച്ചത്. എനിക്കൊരു ഭവനം വേണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ലൈഫിൽ നിന്നൊരു വീട് കിട്ടി. പക്ഷേ ആ പൈസ കൊണ്ടൊന്നും വീട് വെക്കാനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കും എൻ്റെ ഭർത്താവിനും അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, ഞങ്ങൾക്കാരുമില്ല. എൻ്റെ അച്ഛനും അമ്മയായിട്ട് ഈശോയും അമ്മ മാതാവും നിന്നെല്ലാം ചെയ്തു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഒരു വർഷം ആവാറായപ്പോഴത്തേന് വീട് പണി അങ്ങ് നിന്നുപോയി. അങ്ങനെ മോൻ്റെ +1 ഹാൾ ടിക്കറ്റും കൊണ്ട് വന്നു അച്ഛനെ കാണാൻ ഇവിടെ വന്നപ്പം അച്ഛൻ അത് പ്രാർത്ഥിച്ച് അവൻ്റെ കൈ കൊടുത്തു വിട്ടു. അന്നേരം ക്യൂവിൽ നിന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, ദൈവമേ എൻ്റെ വീടും അങ്ങനെ കിടക്കുമല്ലയോ. അങ്ങനെ ഞാൻ ആ മൊബൈലിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ച് അച്ഛൻ പ്രാർത്ഥിച്ച് ഒരു കാശ് രൂപം തന്നിട്ട് പറഞ്ഞു അത് വീട്ടിൽ കൊണ്ടുപോയി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുഴിച്ചിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. പിന്നെല്ലാം വളരെ പെട്ടെന്നായിരുന്നു എൻ്റെ വീട് പണി ഈശോയെപ്പോലെ എൻ്റെ ഭർത്താവിൻ്റെ
മുതലാളി പറഞ്ഞു വീട് ഞാൻ വെച്ച് തരാമെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഇഞ്ഞു കൊണ്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ വളരെ പെട്ടെന്ന് എൻ്റെ വീട് പണി പൂർത്തിയായി. അപ്പോൾ പാലുകാച്ച് നടത്തണമല്ലോ, അതിനുള്ള പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അതിൻ്റെ മാറ്റർ എഴുതി കൊണ്ടുവന്നില്ല. അവിടെ ഇരുന്ന് കുമ്പസരിച്ച് അമ്മയോടെല്ലാം പറഞ്ഞു, അമ്മേ ഞങ്ങളുടെ കയ്യിൽ 10 പൈസയുമില്ല. എൻ്റെ അമ്മ മാതാവ് കാനായിലെ കല്യാണം നടത്തിയതുപോലെ ഇതെല്ലാം ഭംഗിയായി നടത്തി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയോട് അനുവാദം ചോദിച്ചുകൊണ്ട് പോയി പാലുകാച്ച് കാര്യങ്ങൾ 3 മണിയെന്നാണ് ചടങ്ങിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ രാവിലെ 11 മണി തൊട്ട് നല്ല ആർഭാടമായ പാലുകാച്ചായിരുന്നു. വീട് പണി 2 മുറിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് 3 മുറിയും 1 ഹാളും 1 അടുക്കളയും 1 സിറ്റ് ഔട്ടും സ്വപ്നം കാണുന്നതിലപ്പുറമായിരുന്നു അമ്മ മാതാവ് തന്നത് ആ വീട്. അതിനകത്തൊരു കുറവുകളും ഉണ്ടായിരുന്നില്ല. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, പിന്നെ വീടുകളിൽ വയ്യാതെ കിടക്കുന്നവരെ പോയി കാണും, തൈലം തൂത്ത് പ്രാർത്ഥിക്കും. പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യും. റോഡിലൂടെ വരുന്നവർക്കെല്ലാം ചായ കുടിക്കാനുള്ള പൈസ കൊടുക്കും. 2 പൊതിയെങ്കിലും ചോറ് പൊതി കെട്ടിക്കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ വൃദ്ധസദനത്തിൽ പോയി അമ്മമാരുടെ മുറി തേച്ച് കഴുകി കൊടുക്കും. ഞങ്ങൾ 3 പേര് കൂടി ഒരു ദിവസത്തെ അന്നദാനത്തിനുള്ള പൈസ കൊടുക്കും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്, പത്രം 2 തവണ ഞാൻ കൊടുത്തു. പിന്നല്ലേ എൻ്റെ മകനാണ് കൊടുക്കുന്നത്. ഞാൻ പത്രം കിട്ടുമ്പോഴേ പറയും ഞാൻ കൊടുത്തോളാം അമ്മയെന്നും പറഞ്ഞ് ആശുപത്രികളിൽ, ബസ് സ്റ്റാൻഡ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി കൊടുക്കും. ആത്മീയമായിട്ട് എനിക്ക് ദേഷ്യമുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷേ ഇപ്പം ദേഷ്യം എല്ലാം മാറി. എല്ലാവരോടും സന്തോഷത്തോടാണ്. എനിക്ക് ആരോടും കെറുവും ഒന്നുമില്ല, ഒരു ടെൻഷനുമില്ല. അച്ഛൻ്റെ ഉടമ്പടി ദാനം കാണുന്നുണ്ട്. രാവിലത്തെ അനുദിന പ്രാർത്ഥന കറക്റ്റ് സമയത്ത് കാണും. 7:30 തന്നെ സന്ധ്യാപ്രാർത്ഥന ചൊല്ലും. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് തൈലം എടുത്ത് 4 പേരുടെയും തലയിൽ തൂത്ത് കുരിശ് വരച്ച് എൻ്റെ മക്കളെ ഉടമ്പടിയിലൂടെ നിത്യത വരെ ജീവിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. വായിൽ ഉപ്പിട്ട് കൊടുക്കും. ഇത്രയേറെ അനുഭവങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. ഈ മരണം വരെ ഉടമ്പടിയിലൂടെ ജീവിക്കാനുള്ള കൃപ നൽകണമെന്നേ ആണെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്.